രാജ്ഭവനിൽ സംസ്ഥാന സർക്കാരിൻ്റെ പരിസ്ഥിതി ദിനാചരണ ചടങ്ങിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം പ്രതിഷ്ഠിച്ചത് വിവാദമാവുകയാണ്. അതിൽ പുഷ്പാർച്ചന നടത്തണമെന്ന രാജ്ഭവനിലെ ആവശ്യം നിരസിച്ചുകൊണ്ട് ആ പരിപാടി ബഹിഷ്കരിക്കുകയാണ് കൃഷിമന്ത്രി പി പ്രസാദ് ചെയ്തത്. പിന്നീട് രാജ്ഭവനിൽ നടക്കേണ്ടിയിരുന്ന പരിപാടി സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റുകയും ചെയ്തു. അതിന് പിന്നാലെ ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനടക്കം പി പ്രസാദിനെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വരികയും ഒപ്പം രാജ്ഭവനിൽ പുതിയ ഗവർണർ വന്നിട്ടും പഴയ ശീലങ്ങൾക്ക് മാറ്റമില്ല എന്നുള്ള വലിയ വിമർശനം ഉന്നയിക്കുകയും ചെയ്യണം. അപ്പോൾ ആ വിഷയത്തെ എങ്ങനെ കാണണമെന്ന് ആദ്യം സംസാരിക്കുകയാണ് നമ്മൾ. നിഷാദ്, ഇപ്പോൾ ഗോവിന്ദൻ പറഞ്ഞ പോലെ തന്നെയാണ്, ആള് മാറി, പക്ഷേ ഇവിടുത്തെ സിസ്റ്റങ്ങളൊന്നും മാറുന്നില്ല, കുറേ കൂടി കാവ്യമയമാകുന്നു എന്ന ചോദ്യമാണ് വരുന്നത്. RSS അതിൻ്റെ എക്കാലത്തും ഇന്ത്യയിലെ എന്താ പറയുക സാമൂഹ്യ ശരീരത്തിലേക്ക് പല വിധത്തിൽ പടർന്നു കയറാൻ ശ്രമിക്കുന്നതിൻ്റെ, ഭരണ സംവിധാനങ്ങൾക്കകത്തേക്ക് ഇഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യും. അങ്ങനത്തെ ഒന്നാണിത്. ഇതിന് മുമ്പുണ്ടായിരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വലിയ തോതിൽ ബഹളം വെക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഗവർണർ അങ്ങനെയല്ല. അദ്ദേഹം വളരെ പതിഞ്ഞ താളത്തിൽ പ്രവർത്തിക്കുകയും ഒരു ക്ലിനിക്കൽ സംഘാണ് അദ്ദേഹം. അപ്പോൾ ഏത് പണി എവിടെ എടുക്കണം ആ പണി മാത്രമേ അദ്ദേഹം ഇടൂ. അതിന് പുറത്തേക്കുള്ള ഒച്ചപ്പാടൊന്നുമില്ല. അദ്ദേഹം ജന്മദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ വന്ന് പിണറായി വിജയനെ കൈകൂപ്പും, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൈകൂപ്പും, പുഷ്പങ്ങൾ സമ്മാനിക്കും, സമ്മാനങ്ങൾ കൊടുക്കും. അത്രമേൽ വളരെ പ്ലസൻ്റായിട്ട് ഇടപെടുകയും സ്നേഹത്തോടെ പെരുമാറുകയൊക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷേ എടുക്കേണ്ട പണി എവിടെ എടുക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാം. നോക്കൂ, പി പ്രസാദ് രാവിലത്തെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നു, ഞങ്ങൾ ജൂൺ 5-ന് പരിസ്ഥിതി ദിനത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നു, രാജ്ഭവനിൽ സംഘടിപ്പിക്കാൻ, മന്ത്രിമാർക്ക് വരും. അപ്പോൾ അവിടെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നു. പക്ഷേ തലേദിവസം വന്നിട്ടുള്ള ഉത്തരവിനകത്താണ്, ഈ കുറിപ്പിനകത്താണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഈ ഭാരതാംബ എന്ന പേരിലുള്ള ഒരു പെയിൻറ്റിംഗ് ഉണ്ട്. ആ പെയിൻറ്റിങ്ങിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് തുടങ്ങണമെന്ന് പറഞ്ഞു. നേരത്തെ അയാൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് രാജ്ഭവൻ്റെ സെൻട്രൽ ഹാളിൽ നേരത്തെ ആ പടം ഉണ്ടായിരുന്നില്ല, അങ്ങനൊരു പടം. കാരണം ഈ ഭാരതാംബ എന്ന പേരുള്ള ഈ കയ്യിൽ കാവിക്കൊടി ഭഗവദ്ധ്വജമേന്തിയ സിംഹത്തിൻ്റെ പുറത്തിരിക്കുന്ന, നമ്മുടെ ഇന്ത്യയുടെ മാപ്പൊന്നുമല്ല, വലിയതോ മാപ്പ് ശ്രീലങ്കയ്ക്ക് അതിനകത്തുണ്ട്. ആ മാപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ഒരു രൂപം വരച്ചിരിക്കുകയാണ്. അത് ഭാരതാംബ ആണെന്നാണ് RSSകാർ പറയുന്നത്. അപ്പോൾ അതിൽ പുഷ്പാർച്ചന നടത്തുക, അത് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടിയിൽ നടത്തിക്കുക, സംസ്ഥാന സർക്കാരിൻ്റെ മന്ത്രിസഭയുടെ ഭാഗമായ ആൾ വന്നിട്ട് അതിൽ പുഷ്പാർച്ചന നടത്തുന്നതിൻ്റെ വീഡിയോയും ഫോട്ടോഗ്രാഫും പുറത്തു വരിക, അതായിരുന്നു ഇന്നത്തെ RSSൻ്റെ ലക്ഷ്യം. RSS സ്വപ്നം കണ്ട ഒരു ദിനമായിരുന്നു. അത് വേണ്ട എന്ന് CPIയുടെ മന്ത്രി തീരുമാനിക്കുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. മുഖ്യമന്ത്രി തന്നെ പരിപാടി സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റിക്കൊള്ളൂ എന്ന് പറയുന്നു. ഗവർണർ അവിടെ വന്നാൽ ഇങ്ങനെ നടത്താൻ പറ്റുള്ളൂ, രാജ്ഭവനിലെ പരിപാടി എങ്ങനെ വേണം എന്ന് തീരുമാനിക്കുന്നത് രാജ്ഭവനാണ് എന്ന് പറയുന്നു. പക്ഷെ ഒരു കാര്യമുള്ളത്, അതിന് പി പ്രസാദ് ഒരു മറുപടി പറയുന്നുണ്ട്. അതായത് RSSകാരുടെ ഭാരതാംബ ഇന്ത്യയുടെ ഭാരതാംബയല്ല. ഇന്ത്യക്ക് ഭാരതാംബ എന്നൊരു കോൺസെപ്റ്റ് ഉള്ളതായി കുറേ ആൾക്കാർ വിശ്വസിക്കുകയും അതിനെ ആളുകൾ വലിയൊരു സംഗതിയാക്കി ഉയർത്തി വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തോട് അമ്മ എന്ന നിലയ്ക്കുള്ള സ്നേഹമല്ല, അത് നമ്മുടെ മാതൃരാജ്യം എന്ന നിലയ്ക്കുള്ള സ്നേഹമാണ് അതിനോട് വേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ ജന്മഭൂമിക എന്നതിൻ്റെ സ്നേഹമാണ്, രാഷ്ട്രത്തോടുള്ള സ്നേഹം, രാജ്യത്തിൻ്റെ ഭരണഘടനയോടുള്ള സ്നേഹം, ബഹുസ്വരതയോടുള്ള സ്നേഹം, എല്ലാ മനുഷ്യരോടുമുള്ള സ്നേഹം, അതാണ് രാഷ്ട്രത്തോടുള്ള സ്നേഹം. അല്ലാതെ അതിനെ ഒരു ദൈവികമായ കോൺസെപ്റ്റാക്കി, ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം ഒരു ദൈവികമായ സംഗതിയാണ്, അതിനൊരു ദേവതാ സങ്കല്പത്തിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് അതിനെ ആരാധിക്കുക പോലുള്ള കോൺസെപ്റ്റിൽ വിശ്വസിക്കാത്ത കോടാനുകോടി മനുഷ്യർ ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ ഒരു പൊതുവിശ്വാസത്തിൻ്റെ ഭാഗമല്ല ഭാരതാംബ എന്ന കോൺസെപ്റ്റ്. ശരിയാണ്, 1805 ഒരു നാടകത്തിൽ നമ്മൾ ഹിസ്റ്ററി വായിക്കുമ്പോൾ കാണുന്നത് അങ്ങനെയാണ്. 1805 ഒരു നാടകത്തിലൂടെയാണ് ഭാരതാംബ എന്നൊരു കോൺസെപ്റ്റ് വരുന്നത്. പിന്നെ അഭിനേന്ദ്ര ചാറ്റർജി അദ്ദേഹം പടം വരയ്ക്കുന്നു. കുറച്ചു കാലം കൊണ്ട് കഴിയുമ്പോൾ 925 അത് നമ്മുടെ വിമോചന സ്വാതന്ത്ര്യ സമര പോരാട്ടവുമായി ബന്ധപ്പെട്ട ഒരു ഊർജ്ജദായകമായ സംഗതിയായിരുന്നു ഇത്തരം ഇന്ത്യ നമ്മുടെ അമ്മയാണെന്ന് പറഞ്ഞ വികാരം. അതുപോലും വിശ്വാസ സംബന്ധിയായിരുന്നില്ല, മറിച്ച് അത് നമ്മുടെ ഒരു ജന്മനാടിനെ വീണ്ടെടുക്കാനുള്ള നമ്മുടെ പോരാട്ടത്തിൽ എല്ലാവരെയും വികാരഭരിതമായി ചേർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയുള്ള കോൺസെപ്റ്റാണ്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ RSS 925 ഹെഡ്ഗേവാർ വന്നതിന് ശേഷം അതിൻ്റെ അന്ന് വരച്ച പടമേ മാറ്റി. അന്ന് അറിവ്, ശക്തി, ഭക്ഷണം പോലുള്ള സാധനങ്ങൾക്കുള്ള പ്രതീകവൽക്കരിച്ചിരുന്ന 4 കൈകളുണ്ടായിരുന്നു. RSS വന്നപ്പോൾ RSS ഒരു കൈയിൽ ഭഗവദ്ധ്വജം, പിന്നെയുള്ള അഖണ്ഡ ഭാരതം എന്ന കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ശ്രീലങ്കയും എല്ലാം അടക്കം ഈ ഇന്ത്യയുടെ ഭാഗം എന്ന കോൺസെപ്റ്റിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു സിംഹത്തിൻ്റെ പശ്ചാത്തലമൊക്കെയുള്ള ഒരു പടമാണ് RSS സ്വീകരിച്ചത്. എന്നിട്ട് RSS തന്നെ ഹിന്ദുത്വ ഐഡിയോളജിയുടെ തന്നെ ദേശീയ പ്രതീകമാക്കി അവതരിപ്പിക്കുകയും അതിനെ എല്ലാവരും വണങ്ങുക. പിന്നെ വന്ദേമാതരം എന്നുള്ള പാട്ടൊക്കെ വന്നല്ലോ. അപ്പോൾ അത് രാജ്യത്തിൻ്റെ പൊതുവായ സംഗതിയായിട്ടല്ല, ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായിട്ടാണ് അവർ ഭാരതാംബ എന്നുള്ള കോൺസെപ്റ്റിനെ മാറ്റി. അത് അംഗീകരിക്കാൻ എല്ലാവർക്കും പറ്റുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്നിപ്പോൾ പി പ്രസാദ് പറഞ്ഞത്, ഏതെങ്കിലും ഒരു കൂട്ടം ആളുകളുടെ ഏതെങ്കിലും ബിംബങ്ങൾ രാജ്യത്തിൻ്റേത് മൊത്തമാണ്, സമൂഹത്തിൻ്റെ മൊത്തമാണെന്ന് കരുതിക്കൊണ്ടതിനെ കുമ്പിടാൻ കഴിയുന്നതല്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ CPIയുടെ മന്ത്രിയായിട്ട് ജയിച്ച് MLA ആയിട്ട് ജയിച്ച് മന്ത്രിയായാലാണ്. നാളെ പൊതുപരിപാടികളിൽ ഞാൻ എൻ്റെ രാഷ്ട്രീയ ആശയം അരിവാളും നെൽക്കതിരും അല്ലെങ്കിൽ അരിവാൾ ചുറ്റിക കൊണ്ടുവന്നിട്ട് എല്ലാ പരിപാടിയിലും പങ്കെടുക്കൂ, അതിന് ബാക്കിയുള്ളവർ ഒന്ന് വണങ്ങണമെന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അത് വളരെ ഷാർപ്പായിട്ടുള്ള ചോദ്യമാണ്. ആർലേക്കർ RSSകാരനാണ്.
RSSന് പലതരത്തിലുള്ള ബിംബങ്ങളുണ്ട്. RSS 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മുടെ നാഷണൽ ട്രൈ കളറിനെ അംഗീകരിച്ച ഒരു പ്രസ്ഥാനമല്ല. എത്രയോ കാലം കഴിഞ്ഞാണ് RSS നാഗ്പൂർ ആസ്ഥാനത്ത് കൊടി ഉയർത്തിയത് നമുക്കറിയാം. അതിന് മുമ്പും, അതായത് 1947 സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് കൊടി ഉയർത്തണമെന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് ആഹ്വാനം ചെയ്ത്, അങ്ങനെ ഉയർത്താനേ പാടില്ല എന്ന് ആഹ്വാനം ചെയ്തവരാണ് RSSകാർ. അതുപോട്ടെ. അപ്പോൾ ആ RSSന് പല ബിംബങ്ങളും കാണും. അവർ ഈ രാഷ്ട്രത്തിൻ്റെതാക്കി മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന പല സിംബൽസും കാണും. അതിനെ എടുത്തുകൊണ്ട് വന്ന് രാജ്ഭവൻ എന്ന് പറഞ്ഞാൽ, അതും പി പ്രസാദ് പറയുന്നുണ്ട്, രാജ്ഭവൻ എന്ന് പറഞ്ഞാൽ ഒരു 6 ഏക്കറുടേതല്ല. ഇന്നൊരു ആളവിടെ ഇരിക്കുന്നു, നാളെ വേറെ ആളിരിക്കുന്നു. ഇപ്പോൾ കൃഷി വകുപ്പ് എന്ന് പറഞ്ഞാൽ പി പ്രസാദിൻ്റെ അല്ല. ഇന്ന് പി പ്രസാദ് ഇരിക്കുന്നതിന് മുമ്പ് വേറെ ആൾക്കാരുന്നുണ്ട്, നാളെ വേറെ ആൾക്കാരിരിക്കും. ആത്യന്തികമായത് സർക്കാരാണ്, അത് നമ്മുടെ പൊതുജനത്തിൻ്റെ ആകെ ഒരു ഇടമാണ്. അവിടെ സ്വന്തം ഐഡിയോളജി കൊണ്ടുവന്ന് കുത്തിത്തിരിക്കാൻ നോക്കിയാൽ അതിനോട് യോജിക്കാൻ കഴിയുന്നതാണ്. സർക്കാർ വളരെ ശ്ലാഘനീയമായ നിലപാട് അതിനോട് സ്വീകരിച്ചു. അവിടെ പോയി ഈ RSSൻ്റെ സിംബലിനോട് കുമ്പിടേണ്ടതില്ല. ഇപ്പോൾ ആ സംഘപരിവാർ അപ്പുറത്ത് പ്രചരിപ്പിക്കും, ഭാരതാംബയോട് പോലും സ്നേഹമില്ലാത്തവർ, അമ്മയെ ആദരിക്കാത്തവർ, ഭാരതാംബ എന്നുള്ള കോൺസെപ്റ്റിനെ നിരാകരിക്കുന്നതെന്നൊക്കെ പറയുമായിരിക്കും. അതിനൊന്നും ഒട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. ഭാരതാംബ എന്ന് പറയുന്ന ഇവരുടെ ഈ ഭഗവദ്ധ്വജം ഏന്തിയ ദേവതാസങ്കല്പം RSSൻ്റേത് മാത്രമാണ്. സംശയമില്ല, RSSൻ്റേത് മാത്രമാണ്. അത് രാജ്യത്തിൻ്റെ ഒന്നാകെയല്ല. ഇതിന് മുൻപ് നമുക്കങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യ സമരകാലത്ത്, തുടക്കകാലത്ത്. അത് പക്ഷേ ഈ രാജ്യത്തെ ആകെ ഒന്നിപ്പിക്കുന്നതും എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്നതുമായിരുന്നു. ഇതങ്ങനെയല്ല. സോ അതുകൊണ്ട് അത് മാറ്റി നിർത്താനുള്ള തീരുമാനം ശ്ലാഘനീയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് രാവിലെ സംസാരിക്കുമ്പോൾ പി പ്രസാദിൻ്റെ പ്രസ് മീറ്റ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് വളരെ ക്രിസ്റ്റൽ ക്ലിയറാണ്. എന്തുകൊണ്ട് ചെയ്യാതിരുന്നു എന്ന കാര്യം അദ്ദേഹം വളരെ വൃത്തിയായി പറയുന്നുണ്ട്. CPIയുടെ സംസ്ഥാന, അതിനുശേഷം MV ഗോവിന്ദനും CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാത്രമാണ് എനിക്ക് അദ്ദേഹത്തിന് ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് തോന്നി. അതായത് രാജേന്ദ്ര ആർലേക്കർ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം രാജ്ഭവനിൽ പ്രകടിപ്പിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നൊരു സർട്ടിഫിക്കേഷൻ രാവിലെ. എന്ന് മാത്രമല്ല, അദ്ദേഹം ഞങ്ങളുമായിട്ട് നല്ല സഹകരണ മനോഭാവത്തിലാണ് പോകുന്നത്, അദ്ദേഹം ഒരു പ്രശ്നക്കാരനാണെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഗവർണർ ഒരു അപ്രീതി ഉണ്ടാവരുതെന്ന മട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സംസാരിക്കുന്നു. ആർലേക്കർ RSSകാരനാണ്. അദ്ദേഹത്തിന് RSSൻ്റെ പദ്ധതിയിലുണ്ടാവും, ആ പദ്ധതി നടപ്പിലാക്കാൻ പ്ലാനും ഉണ്ടാവും. അദ്ദേഹം 1-2 ഘട്ടങ്ങളായി ഓൾറെഡി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ടും ഇങ്ങനെ അദ്ദേഹം ഞങ്ങളുമായി സഹകരിച്ചു പോകുന്നു, അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം രാജ്ഭവനിൽ കൊണ്ടുവരാത്ത ആളാണെന്നൊക്കെയുള്ള മൃദുവാചകങ്ങൾ എന്തിനാണ് പറയുന്നത് എനിക്ക് സംശയം തോന്നുന്നു. ആരിഫ് മുഹമ്മദ് ഖാനോട് ഇങ്ങനെയായിരുന്നു, അയ്യോ അങ്ങ് VC സ്ഥാനത്ത് നിന്ന് ഇറങ്ങി പോവരുതേ, പോയാൽ ഇവിടുത്തെ മൊത്തം ഉന്നത വിദ്യാഭ്യാസ രംഗം താറുമാറായി പോകുമെന്ന് അങ്ങോട്ട് വിലപിച്ച കാലം നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ആത്യന്തികമായി RSSകാർ വന്നിരിക്കുന്നത് RSSൻ്റെ പണിയെടുക്കാനാണെന്നും അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി സഹകരിച്ച് ഒരു മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക് ഉണ്ടാക്കാനല്ല അവരുടെ ഉദ്ദേശം ഒന്ന് മനസ്സിലാക്കി അവരെ എപ്പോഴും കരുതലോടെ, അതായത് ആദ്യത്തെ ഫ്ലാഗ് ഉയർത്തുമ്പോൾ തന്നെ അതിവിടെ വേണ്ട എന്ന് ഉറച്ച ശബ്ദത്തിൽ പറയണം. പി പ്രസാദ് പറഞ്ഞു, പാർട്ടി സെക്രട്ടറി പറഞ്ഞതിൽ ചില ആശയക്കുഴപ്പമുണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അത് ഒരു മികച്ച തീരുമാനം, അങ്ങനെ എല്ലാത്തിനെയും സാധാരണവൽക്കരിക്കുക. ഒരു ഭാരതാംബ എന്ന് പറയുന്ന ഒരു സിമ്പൽ ഉണ്ടാക്കി അങ്ങോട്ട് സാധാരണവൽക്കരിച്ചേക്കാം. അങ്ങനെ സാധാരണവൽക്കരിക്കാൻ വന്നാൽ ഞങ്ങളതിനില്ല. അങ്ങനെ സാധാരണവൽക്കരിക്കാൻ കഴിയുന്ന ഒന്നല്ല, അത് ഹിന്ദുത്വ ആശയത്തിൻ്റെ പ്രതീകമാണെന്ന് പറയുന്നു സർക്കാർ എന്നത് നല്ല കാര്യമാണ്. അജിംസ്, സംസ്ഥാന സർക്കാരുമായി ഏറ്റുമുട്ടലിന് പോകലല്ല ഒരു ഗവർണറുടെ പണി. സംസ്ഥാന സർക്കാരിന് ഹിതകരമല്ലാത്തൊന്നും തന്നെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല എന്നൊക്കെ തുടക്കത്തിൽ അർലേക്കർ പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് മറിച്ചൊന്നാണ്. അത് മാത്രമല്ല പറഞ്ഞത്, അതായത് ആർലേക്കർ ചുമതലയേൽക്കുമ്പോൾ ദേശാഭിമാനിയിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ലേഖനം എഴുതിയിരുന്നു. മുമ്പ് ഉണ്ടായിരുന്ന ഗവർണർ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെക്കുറിച്ചും പുതിയ ആളിൽ നിന്ന് ഞങ്ങൾ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നും ഞങ്ങൾ സഹകരണപരമായൊരു സമീപനമായിരിക്കും പുതിയ ഗവർണറോട് സ്വീകരിക്കുക എന്നും വിശദീകരിച്ചുകൊണ്ട് ആർലേക്കർക്ക് സ്വാഗതം ഓതിക്കൊണ്ടൊരു ലേഖനം എഴുതിയിരുന്നു. അപ്പോൾ അങ്ങനെ CPM സംസ്ഥാന സെക്രട്ടറി ലേഖനം എഴുതുമ്പോൾ സ്വാഭാവികമായിട്ട് അത് LDFൻ്റെ ഒരു നിലപാടായിരിക്കുമല്ലോ. പുതുതായി വരാൻ പോകുന്ന ഗവർണറോട് കുറേ കൂടി സൗമ്യമായ സമീപനം സ്വീകരിക്കണം, അദ്ദേഹവുമായി സഹകരിക്കണം, സർക്കാരിനെയും ഗവർണറെയും കേന്ദ്ര സർക്കാരിനും ഇടയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ, ആരിഫ് മുഹമ്മദ് ഖാൻ്റെ സമയത്ത് അലമ്പൊന്നുമില്ലാതെ വൃത്തിയായിട്ട് ഈ സാധനം പോകണം എന്നുള്ളൊരു സമീപനത്തിൻ്റെ ഭാഗമാണ് ആ ലേഖനം. അതാണ് ബിനോയ് വിശ്വത്തിന് അറിയാവുന്നത്. ബിനോയ് വിശ്വത്ത് LDF യോഗത്തിൽ CPM പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? നമ്മൾ പുതിയ ഗവർണർ എന്ത് ചെയ്യണം, കുറേ കൂടി മയത്തിൽ അദ്ദേഹവുമായി സഹകരിച്ച് മുന്നോട്ട് പോകണം. സർക്കാരിൻ്റെ അവസാന വർഷമാണ്, കേന്ദ്രവുമായി അടികൂടാനുള്ള സമയമില്ല, കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ വരാനുണ്ട്, ഹൈവേ പണി പൂർത്തിയാക്കാനുണ്ട്, പുതിയ റെയിൽവേ പദ്ധതികൾ പ്രഖ്യാപിക്കാനുണ്ട്. അതുകൊണ്ട് ഗവർണർ എന്ത് ചെയ്യണം, നമ്മൾ ഒന്ന് വരുതിയിലാക്കി നിർത്തണം എന്നായിരിക്കും LDFന് തന്ത്രം എന്നായിരിക്കും ബിനോയ് വിശ്വത്തോട് പറഞ്ഞിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ബിനോയ് വിശ്വം അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് അദ്ദേഹം പറയുന്നത് കൊണ്ടാണ്. അത് വിട്. പക്ഷേ RSSകാരനായ ആർലേക്കർ ചുമതലയേൽക്കാൻ വരുമ്പോൾ K സുരേന്ദ്രൻ നടത്തിയൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ വലിയ ആളാണ് വരാൻ പോകുന്നത് കേട്ടോ, നിങ്ങൾ സന്തോഷിക്കുകയൊന്നും വേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനർത്ഥം എന്താണ്? ആരിഫ് മുഹമ്മദ് ഖാൻ RSSകാരനല്ല, അയാൾ കോൺഗ്രസിൽ നിന്ന് BJP പോയ ആളാണ്. വരാൻ പോകുന്നത് സംഘശാഖകളിൽ നിന്ന് വളർന്നു വന്ന ഒരു കട്ട RSSകാരനാണ് വരാൻ പോകുന്നത് എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത്. ഓക്കെ, അദ്ദേഹം വന്നിട്ട് നമ്മൾ കാണുന്ന സമീപനം എന്താണ്? മുഖ്യമന്ത്രി അദ്ദേഹത്തെ അവിടെ പോയി കാണുന്നു, ഇടയ്ക്ക് സന്ദർശിക്കുന്നു, പ്രഭാത നടത്തത്തിൻ്റെ രാജ്ഭവനിലേക്ക് വരൂ എന്ന് പിണറായി വിജയനെയും കുടുംബത്തെയും അദ്ദേഹം ക്ഷണിക്കുന്നു. പിന്നെ കാണുന്നത് എന്താണ്? നിർമ്മലാ സീതാരാമനുമായുള്ള ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിങ്ങിൽ അദ്ദേഹം ഇടനിലക്കാരനായിരിക്കുന്നു.
ഇതൊന്നും സാധാരണ സംഭവിക്കുന്നതല്ല. അതിനർത്ഥം ഈ സർക്കാർ ആർലേക്കർക്ക് അത്ര പ്രിയപ്പെട്ടതാണെന്ന് തോന്നുന്ന ഒന്നാണ്. കേന്ദ്രമന്ത്രിയുമായി നടത്തുന്ന അനൗപചാരിക ചർച്ചയുടെ മീഡിയേറ്ററായിട്ട് ഗവർണർ മാറുന്നു. ഇതേ ഗവർണറെ പിന്നെ നമ്മൾ കാണുന്നപ്പോഴാണ് സവർക്കർക്കെതിരായിട്ടുള്ള ബാനറിനെതിരെ അതിശക്തമായി പ്രതിഷേധിക്കുന്നു. ഏതോ യൂണിവേഴ്സിറ്റിയിൽ സവർക്കർക്കെതിരെ SFI ഉയർത്തിയ ബാനറിനെതിരെ അതിശക്തമായി പ്രതിഷേധിക്കുന്നു. പിന്നെ നമ്മൾ കാണുന്നത് എന്താണ്? എസ് ഗുരുമൂർത്തി, RSSൻ്റെ ഐഡിയലോഗാണ്. അയാളെ വിളിച്ചുകൊണ്ടുവന്ന് ഓപ്പറേഷൻ സിന്ധുവിൻ്റെ പരിപാടിയിൽ രാജ്ഭവനിൽ പ്രസംഗിപ്പിക്കുന്നു. ആ പ്രസംഗത്തിൽ എസ് ഗുരുമൂർത്തി മുൻകാല സർക്കാരുകളെ, കോൺഗ്രസ് സർക്കാരുകളെ വിമർശിക്കുന്നു. അത് രാജ്ഭവനെ ഒരു രാഷ്ട്രീയ വേദിയാക്കി മാറ്റുന്നു. എന്തെങ്കിലും വിമർശനം, പ്രതിപക്ഷ നേതാവ് എന്തോ പറഞ്ഞു തോന്നുന്നു, രാജ്ഭവനെ രാഷ്ട്രീയ വേദിയാക്കരുതെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞു, സർക്കാർ പറഞ്ഞു, CPM പറഞ്ഞു, CPI പറഞ്ഞു, LDF എന്തെങ്കിലും പറഞ്ഞു. എസ് ഗുരുമൂർത്തിക്ക് എന്താണ് രാജ്ഭവനിൽ കാര്യം? ആരാണ് എസ് ഗുരുമൂർത്തി? അയാളെ വിളിച്ച് അവിടെ പരിപാടി നടത്തേണ്ട കാര്യം എന്താണ്? അതിനൊരു രാഷ്ട്രീയ വേദിയാക്കേണ്ട കാര്യം എന്താണ്? ഈ ചോദ്യങ്ങൾ ആരും ചോദിച്ചോ? ഇല്ല. അപ്പോൾ അതായത് ഗവർണറുമായിട്ടൊരു ഒരു ഉടക്കിന് തയ്യാറല്ല എന്ന സമീപനം തന്നെയാണ്. ആ ലേഖനത്തിൻ്റെ അതേ മനോഭാവം തന്നെയാണ് പിന്നീട് സർക്കാർ ആർലേക്കറോട് കാണിക്കുന്നത്. ആരിഫ് മുഹമ്മദ് ഖാനോട് കാണിക്കാത്ത സൗമനസ്യം RSകാരനായ ആർലേക്കറോട് കാണിക്കുകയാണ്. അവിടെയാണ് P. പ്രസാദ് വ്യത്യസ്തനായത്. P. പ്രസാദ് നോക്കുമ്പോൾ ഇപ്പോൾ ഭാരതാംബയുടെ ചിത്രം വെച്ചിട്ടുണ്ട്. അത് സൂക്ഷ്മമായി അത് പരിശോധിച്ച് അത് വേണ്ടതില്ല എന്ന് തീരുമാനിക്കാനുള്ള ഒരു ആർജവം അദ്ദേഹം കാണിച്ചു. പക്ഷേ അവിടുത്തെ പ്രശ്നം അതൊന്നുമല്ല. ഈ ഭാരതാംബ എന്ന കൺസെപ്റ്റ് നിഷാദ് ഇവിടെ വളരെ വിശദമായിട്ട് പറഞ്ഞു. ഭാരതാംബ എന്ന കൺസെപ്റ്റ് അതൊരു ഒരു പവർഫുൾ ഐക്കോൺ ആണ്. എന്തൊക്കെ നമ്മളിപ്പോൾ അതിൻ്റെ ഒരു ദൈവശാസ്ത്രപരമായ കാര്യങ്ങൾ പറഞ്ഞാലും കുറേ ആളുകൾ വിശ്വാസപരമായി അതിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൽ ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു സിമ്പലാണത്. അത് RSS ഈ വരച്ച് കാണിക്കുന്ന സിമ്പലല്ല. സിംഹത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന ഭഗവദ്ധ്വജം പിടിച്ചിട്ടുള്ള ഭാരതാംബയല്ല. ഭാരതാംബയെക്കുറിച്ചുള്ള 2 or 3 ഡെപ്പിക്ഷൻ ഉണ്ട്. ഒന്ന് ഈ പറയുന്ന അഭിനീന്ദ്രനാഥ് ടാഗോർ വരച്ചിട്ടുള്ള, നിഷാദോടെ പറഞ്ഞ 4 കൈകളുള്ള, ഒരു കയ്യിൽ പുസ്തകവും ഒരു കയ്യിൽ വെളുത്ത തുണിയും പിടിച്ചിട്ടുള്ള ഒരു സ്ത്രീ രൂപം. മറ്റൊന്ന് രാജാരവിവർമ്മ ഒന്ന് വരച്ചിട്ടുണ്ട്. രാജാരവിവർമ്മയുടെ ഇതിൽ സിംഹമൊക്കെ ഉണ്ട്, പക്ഷേ ഈ പറയുന്ന ഭഗവദ്ധ്വജം ഒന്നും പിടിച്ചിട്ടുള്ളതല്ല. കുറേ കൂടി സൗമ്യമായ ഒരു ഭാരതാംബയാണ്, സൗമ്യഭാവമുള്ള ഭാരതാംബയാണ്. ഇനി അതല്ലാതെ ML ശർമ്മ എന്ന് പറഞ്ഞ ഒരാൾ മറ്റൊരു ഭാരതാംബ വരച്ചിട്ടുണ്ട്. അതെങ്ങാനും RSകാർ കണ്ടു കഴിഞ്ഞാൽ ML ശർമ്മയുടെ ഖബറിടം മാന്തി അവിടെ നിന്ന് മാറ്റാൻ പറയും. അത്രമാത്രം വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു തീമാണത്. പക്ഷേ അതിപ്പോഴത്തെ RSകാർ സമ്മതിക്കുമെന്ന് അറിയില്ല. അദ്ദേഹം ആകട്ടെ ML ശർമ്മ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ദേവീദേവന്മാരുടെ ചിത്രം വരച്ചുകൊണ്ടിരുന്ന ആളാണ്. ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുള്ള ആളാണ് ML ശർമ്മ. അപ്പോൾ ഇതൊക്കെയാണ് നിലവിൽ പോപ്പുലർ കൾച്ചറിലുള്ള ഭാരതാംബയുടെ ചിത്രതാണ്. പക്ഷേ ഈ RSS പ്രചരിപ്പിക്കുന്ന ചിത്രം ആരാ വരച്ചതെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും RSകാർക്ക്? അതാരാ വരച്ചതെന്ന് പോലും അറിയില്ല. അത് വെച്ച് ചിലപ്പോൾ ശിവകാശിയിൽ ഏതെങ്കിലും പ്രിൻറ്റിംഗ് പ്രസ്സിൽ വരച്ച അവിടുത്തെ ഏതോ ആർട്ടിസ്റ്റ് വരച്ച പടമായിരിക്കും. ആരാന്ന് പോലും RSകാർക്ക് അറിയില്ല. അതാരാണ് വരച്ചതെന്ന് പറയാൻ RSകാർക്ക് കഴിയില്ല. അപ്പോൾ അങ്ങനെ എന്താണ് ഒരു കർത്താവ് ആരാണെന്നറിയാത്ത ഒരു ഭാരതാംബയെ ഇതാണ് ഭാരതാംബ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ മുമ്പിൽ കുമ്പിടാൻ ഒരു സർക്കാരിൻ്റെ മന്ത്രിയോട് പറഞ്ഞാൽ മന്ത്രി കേൾക്കില്ല. P. പ്രസാദ് കാണിച്ച ആർജവം വളരെ ഉചിതമായി. പക്ഷേ ഈ ആർജവം CPIയുടെ സംസ്ഥാന സെക്രട്ടറിക്കുണ്ടോ എന്നാണ് ചോദിക്കാനുള്ളത്. സർക്കാരിനുണ്ടോ, മുഖ്യമന്ത്രിക്കുണ്ടോ? അങ്ങനെ ആർജവം കാണിച്ചില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചരിത്രം അടയാളപ്പെടുത്തപ്പെടും. RSസിനോട് ഈ സർക്കാർ സ്വീകരിച്ച സമീപനം എന്താണ്? അത് നിലവിൽ തന്നെ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. RSസും പോലീസും സർക്കാരും BJPയും തമ്മിലുള്ള അന്തർധാരകളെക്കുറിച്ചുള്ള വിവാദം വളരെ സജീവമായ സാഹചര്യത്തിൽ ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി തന്നെ ആ വിഷയത്തിൽ ഒരു പ്രസ്താവന നടത്തുന്നതാണ് ഞാൻ ആവശ്യപ്പെടുന്നത്.